أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് സ്മരിക്കപ്പെടുന്ന ബദ്രി സഹാബിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള. ഹസ്രത്ത് തൽഹയുടെ ബന്ധം കബീല ബനു തൈബിൻ മുറയുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഉബൈദുള്ള ബിൻ ഉസ്മാൻ, മാതാവിന്റെ പേര് സഹാസ ആയിരുന്നു. അബ്ദുല്ല ബിൻ ഇമാദ് ഹസ്രമിയുടെ പുത്രിയും ഹസ്രത്ത് ഹാല ബിൻ ഹസ്രമിയുടെ സഹോദരിയുമായിരുന്നു. ഹസ്രത്ത് തൽഹയുടെ വംശം അബു മുഹമ്മദ് ആയിരുന്നു. ഹസ്രത്ത് തൽഹ ബിൻ ഹസ്രമിയുടെ പിതാവിന്റെ പേര് അബ്ദുല്ല ബിൻ ഇബാദ് ഹസ്രമി ആയിരുന്നു. ഹസ്രത്ത് അല മൗത്തുമായി ബന്ധമുണ്ടായിരുന്നു. ബിൻ ഉമയ്യയുടെ സഖ്യകക്ഷിയായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ ബഹ്റൈന്റെ ഭരണാധികാരിയാക്കി നിർണയിച്ചിരുന്നു. ഇദ്ദേഹം മരണം വരെ ബഹ്റൈന്റെ ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണം 14 ഹിജ്രിയിൽ ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്താണ് സംഭവിച്ചത്. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ആമിർ ബിൻ ഹദ്റമി ബദറിന്റെ ദിവസം കുഫറിന്റെ അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. മറ്റൊരു സഹോദരൻ അമർ ബിൻ ഹസ്റമി മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരു മുസൽമാനാൽ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സമ്പത്താണ് ആദ്യമായി ഇസ്ലാമിൽ വന്നത്. 7ാം പരമ്പരയിൽ ഹസ്രത്ത് തൽഹയുടെ പാരമ്പര്യം മുറ ബിൻ കഅഫിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേരുന്നു. 4ാം പരമ്പരയിൽ ഹസ്രത്ത് അബൂബക്കറിനോട്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഉബൈദുള്ള ഇസ്ലാമിന്റെ കാലഘട്ടം കണ്ടില്ല. എന്നാൽ മാതാവ് ദീർഘായുസ് നേടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് സഹാബിയത്തിൽ ചേരുന്ന ആദ്യ സൗഭാഗ്യം നേടി. ഹിജ്റത്തിന്റെ മുമ്പായി ഇവർ ഇസ്ലാം സ്വീകരിച്ചു. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് യുദ്ധം മുതൽ നിന്ന് ഭാഗം നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശ് സംഘത്തിന്റെ ഷാമിൽ നിന്നുള്ള പുറപ്പെടുന്നതിനെ കുറിച്ച് ഊഹിച്ച് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പുറപ്പെടുന്നതിന് 10 ദിവസം മുമ്പ് ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയെയും ഹസ്രത്ത് സയ്യിദ് ബിൻ സയ്യിദിനെയും സംഘത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അയച്ചു. രണ്ടുപേരും പുറപ്പെട്ടുകൊണ്ട് ഹൗറ എത്തി. അവിടെ തങ്ങി. ഏതുവരെ എന്നാൽ സംഘം അവരുടെ അടുത്തുകൂടെ കടന്നുപോയി. ഹൗറ ബഹ്റെ അഹ്മറിലുള്ള ഒരു ഇടത്താവളമാണ്. ഇതിലൂടെയാണ് ഹിജാസിലും ഷാമിനും ഇടയിൽ നടക്കുന്ന സംഘം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഹസ്രത്ത് തൽഹയും ഹസ്രത്ത് സയ്യിദും തിരിച്ചു വരുന്നതിന് മുമ്പായി തന്നെ ഈ വാർത്ത അറിയാൻ കഴിഞ്ഞു. അവിടുന്ന് തന്റെ സഹാബാക്കൾ വിളിച്ചു. പിന്നെ ഖുറൈശ് സംഘത്തിന്റെ എതിരിൽ പുറപ്പെട്ടു. എന്നാൽ സംഘം വേറൊരു മാർഗത്തിൽ, അതായത് സഹലിന്റെ മാർഗത്തിലൂടെ പെട്ടെന്ന് കടന്നുപോയി. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നു. സംഘാംഗങ്ങൾ തിരയുന്നവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി രാത്രിയും പകലും നടന്നുകൊണ്ടിരുന്നു. ഇത് കാഫിറുകളുടെ സംഘമായിരുന്നു, മക്കക്കാരുടേത്. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള, ഹസ്രത്ത് സയ്യിദ് ബിൻ സയ്യിദ് മദീനയിലേക്ക് പുറപ്പെട്ടു.
ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഖാഫിലയെ കുറിച്ചുള്ള വിവരം നൽകുന്നതിനായി. ഇവർ രണ്ടുപേർക്കും അവിടുന്നിന്റെ പോരാട്ടത്തിനായുള്ള യാത്രയുടെ വിവരമില്ലായിരുന്നു. അവർ മദീനയിലെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഖുറൈശികളോട് യുദ്ധം ചെയ്യുകയായിരുന്നു. അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരാകുന്നതിനായി മദീനയിൽ നിന്നും പുറപ്പെട്ടു. അവിടെ നിന്ന് ബദറിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്രയിൽ തുർബാനിൽ കണ്ടുമുട്ടി. തുർബാനും മദീനയിൽ നിന്ന് 19 മൈൽ ദൂരത്തുള്ള ഒരു താഴ്വരയാണ്. ഇവിടെ ധാരാളം ശുദ്ധജല കിണറുകളുണ്ട്. ബദർ യുദ്ധത്തിനായി പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ താമസിച്ചിരുന്നു. ഹസ്രത്ത് തൽഹയും ഹസ്രത്ത് സയ്യിദും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ യുദ്ധമുതലുകളിൽ നിന്ന് ഇവർക്കും ഭാഗം നൽകി, ഏതുപോലെ മുമ്പും പ്രസ്താവിച്ചിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബദറിൽ പങ്കെടുത്തവരായി നിർണയിച്ചു. ഹസ്രത്ത് തൽഹ മറ്റ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഹുദൈബിയ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ സന്നിഹിതരായിരുന്നു. ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ജീവിതകാലത്ത് തന്നെ സ്വർഗത്തിന്റെ സന്തോഷവാർത്ത നൽകപ്പെട്ട മഹനീയ വ്യക്തികളിൽ പെട്ടയാളാണ്. ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച 8 പേരിൽ ഉൾപ്പെട്ടയാളാണ്. ഹസ്രത്ത് അബൂബക്കർ മുഖേന ഇസ്ലാം സ്വീകരിച്ച 5 പേരിൽ പെട്ടയാളാണ്. ഹസ്രത്ത് ഉമർ സ്ഥാപിച്ച ഷൂറ കമ്മിറ്റിയുടെ 6 മെമ്പർമാരിൽ ഒരാളായിരുന്നു. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സമയത്ത് തൃപ്തരായവരായിരുന്നു. യസീദ് ഇബ്നു റുമാൻ റിവായത്ത് ചെയ്യുന്നു, ഒരിക്കൽ ഹസ്രത്ത് ഉസ്മാനും ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ലയും രണ്ടുപേരും ഹസ്രത്ത് സുബൈർ ബിൻ അമാമിന്റെ പിന്നിൽ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ രണ്ടുപേരുടെ മുന്നിലും ഇസ്ലാമിന്റെ സന്ദേശം സമർപ്പിച്ചു. രണ്ടുപേർക്ക് ഖുർആൻ വായിച്ചു കേൾപ്പിച്ചു. അവർക്ക് ഇസ്ലാമിന്റെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. ഇവർ രണ്ടുപേരോടും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വാഗ്ദാനം ചെയ്തു. അതിൽ അവർ രണ്ടുപേരും, അതായത് ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് തൽഹ രണ്ടുപേരും വിശ്വാസം കൈക്കൊണ്ടു. അങ്ങനെ അവിടുന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തി. പിന്നെ ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ അടുത്താണ് ഷാം രാജ്യത്ത് നിന്ന് മടങ്ങി വരുന്നത്. തിരിച്ചു വരുമ്പോൾ മആൻ, ഇത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഇത് മോത്തക്ക് മുമ്പ് സ്ഥിതി ചെയ്യുന്നു. മോത്ത യുദ്ധ സമയത്ത് ഈ സ്ഥലത്ത് വന്നപ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കി റോമിയോയുടെ 2 ലക്ഷത്തിന്റെ സൈന്യം മുസ്ലിങ്ങൾക്കായി തയ്യാറാണ്. അപ്പോൾ സഹാബാക്കൾ ഇവിടെ 2 ദിവസം തങ്ങി. ഏതായിരുന്നാലും ഇവർ പറയുന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ മആൻ, സർക്ക, ഇതും മആൻ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവക്കിടയിൽ എത്തിയപ്പോൾ അവിടെ തമ്പടിച്ചിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഒരു വിളംബരം ചെയ്യുന്ന ആൾ വിളംബരം ചെയ്തു, അല്ലയോ ഉറങ്ങുന്നവരെ ഉണരൂ, അഹ്മദ് മക്കയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ താങ്കളെ കുറിച്ച് കേട്ടു. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല വിവരിക്കുന്നു, ഞാൻ ബുസ്ര, ഷാം രാജ്യത്തെ ഒരു പഴയ പട്ടണമാണ്. ആ ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൊച്ചാപ്പയുടെ കൂടെ യാത്രാമധ്യേ ഈ പട്ടണത്തിൽ താമസിച്ചിരുന്നു. പറയുന്നു, ഞാൻ ബസ്രയിലെ അങ്ങാടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു റാഹിബ് തന്റെ സമ, അതായത് യഹൂദികളുടെ ആരാധനാലയത്തിൽ പറയുകയായിരുന്നു, സംഘക്കാരോട് ചോദിക്കുക, അവരിൽ ആരെങ്കിലും ഹറമിലെ കുടുംബക്കാരിൽ നിന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഹാ, ഞാനുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്ത്, അഹമ്മദ് പ്രത്യക്ഷപ്പെട്ടോ? ഹസ്രത്ത് തൽഹ പറഞ്ഞു, ഏത്, ആരഹമ്മദ്, ഏത് അഹമ്മദ്? അയാൾ പറഞ്ഞു, അബ്ദുല്ല ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ. ഈ മാസമാണ് ഇതിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടേണ്ടതാണ്. അദ്ദേഹം അവസാന പ്രവാചകനാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം ഹറമാണ്. അദ്ദേഹത്തിന്റെ പാലായന സ്ഥലം ഖജൂറിന്റെ തോട്ടം, കല്ലുകൾ നിറഞ്ഞ ഭൂമിയായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കരുത്. ഹസ്രത്ത് തൽഹ പറയുന്നു, അയാൾ പറഞ്ഞതെല്ലാം എന്റെ ഹൃദയത്തിൽ ഉറച്ചുപോയി. ഞാൻ വേഗത്തിൽ യാത്രയായി മക്ക എത്തി. അന്വേഷിച്ചു, എന്തെങ്കിലും പുതിയ കാര്യമുണ്ടായിട്ടുണ്ടോ?
ജനങ്ങൾ പറഞ്ഞു, ഹാ, മുഹമ്മദ് ബിൻ അബ്ദുള്ള അമീൻ. മക്കാക്കാർ അവിടുന്ന് അമീൻ എന്ന് പറഞ്ഞിരുന്നു. അമീൻ പ്രവാചകത്വം വാദിച്ചിരിക്കുന്നു. ഇബ്നെ അബി ഖഹാഫ ഹസ്രത്ത് അബൂബക്കറിന്റെ വംശീയ നാമമായിരുന്നു. അദ്ദേഹത്തെ പിൻപറ്റിയിരിക്കുന്നു. പറയുന്നു, ഞാൻ യാത്ര തിരിച്ചു. ഹസ്രത്ത് അബൂബക്കറിന്റെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റിയോ? പറഞ്ഞു, ഹാ, നീയും അദ്ദേഹത്തിനടുത്തേക്ക് നടക്കൂ, അദ്ദേഹത്തെ പിൻപറ്റൂ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സത്യത്തിലേക്ക് വിളിക്കുന്നു. ഹസ്രത്ത് തൽഹ ഹസ്രത്ത് അബൂബക്കറിന് റാഹിബിന്റെ സംഭാഷണം വിവരിച്ചു കൊടുത്തു. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് തൽഹയെ കൂട്ടി പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരാക്കി. ഹസ്രത്ത് തൽഹ ഇസ്ലാം സ്വീകരിച്ചു. എന്തെന്നാണോ റാഹിബ് പറഞ്ഞിരുന്നത് അതിന്റെ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാനായി. ഇതും ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹസ്രത്ത് തൽഹ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നൗഫൽ ബിൻ ഹുവൈലി ബിൻ അദ്വിയ ഹസ്രത്ത് അബൂബക്കറിനെ ഒരു കയറുകൊണ്ട് കെട്ടി. അതുകൊണ്ട് ഹസ്രത്ത് അബൂബക്കറിനെ കരീനൈൻ, അതായത് രണ്ടു കൂട്ടുകാരെന്നും പറയുകയുണ്ടായി. നൗഫൽ ഖുറൈശികളിൽ തന്റെ കാഠിന്യം കൊണ്ട് പ്രസിദ്ധനായിരുന്നു. അവരെ കെട്ടിയിടുന്നതിൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ, അതായത് ഹസ്രത്ത് തൽഹയുടെ സഹോദരൻ ഉസ്മാൻ ബിൻ ഉബൈദുള്ളയും ഉണ്ടായിരുന്നു. ഇവർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരാകാതിരിക്കുവാനാണ് കെട്ടിയിട്ടത്. അങ്ങനെ ഇവർ ഇസ്ലാമിൽ നിന്നും പിന്തിരിയാട്ടെ. ഇമാം ബൈക്കി എഴുതിയിരിക്കുന്നു, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലയോ അല്ലാഹുവേ, അദ്വിയുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഹസ്രത്ത് മസൂദ് ബിൻ ഖിയാസിൽ നിന്ന് റിവായത്ത്, ഒരു ദിവസം ഞാൻ സഫ മർവയിൽ മധ്യത്തിൽ കറങ്ങുകയായിരുന്നു. ഞാൻ കണ്ടത് ധാരാളം യുവാക്കൾ ഇദ്ദേഹത്തിനെ പിന്തുടരുന്നു. അയാളുടെ കൈകൾ കഴുത്തിൽ കെട്ടിയിരുന്നു. ഞാൻ ചോദിച്ചു, ഇതാരാണ്? ജനങ്ങൾ മറുപടി നൽകി, തൽഹ ബിൻ ഉബൈദുള്ള ദീനിൽ നിന്നും പുറത്തായി. അവരുടെ മാതാവ് അവരുടെ പിന്നിൽ ദേഷ്യത്തോടെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അബ്ദുള്ള ബിൻ സഅദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തുകൊണ്ട് ഖറാർ, ഇതും ഒരു താഴ്വരയാണ്, ഹിജാസിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതും പറയപ്പെടുന്നു മദീനയിലെ താഴ്വരകളിലെ ഒരു താഴ്വരയാണ്. ഏതായിരുന്നാലും ഖറാർ പ്രദേശത്ത് നിന്നും പുറപ്പെട്ടപ്പോൾ രാവിലെ ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയെ കണ്ടു. ഷാമിൽ നിന്നുള്ള സംഘത്തോടൊപ്പം വന്നതായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹസ്രത്ത് അബൂബക്കറിനും ഷാമി വസ്ത്രം ധരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിപ്പ് കൊടുത്തു, അതായത് മദീനക്കാർ വളരെ നേരമായി പ്രതീക്ഷയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തത്തിന് വേഗത കൂട്ടി. ഹസ്രത്ത് തൽഹ മക്കയിലേക്ക് പോയി. തന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ഹസ്രത്ത് അബൂബക്കറിന്റെ കുടുംബത്തെ തന്നോടൊപ്പം കൂട്ടി മദീനയിലെത്തി. ഹസ്രത്ത് തൽഹയും ഹസ്രത്ത് സുബൈറും മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് മുമ്പായി ഇവരുടെ ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. പിന്നെ മുസ്ലിങ്ങൾ ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് തൽഹയുടെയും ഹസ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയുടെയും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. മറ്റൊരു ഖൗലിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിവായത്ത് ഇതാണ്, ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് തൽഹയും സയ്യിദ് ബിൻ സയ്യിദിന്റെയും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. മൂന്നാമതൊരു റിവായത്ത് ഇതാണ്, ഹസ്രത്ത് തൽഹയുടെയും ഉബയ്യ് ബിൻ വഖാറിന്റെയും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. ഹസ്രത്ത് തൽഹ മദീന ഹിജ്റത്ത് ചെയ്തപ്പോൾ അസദ് ബിൻ ലറാറയുടെ കെട്ടിടത്തിൽ തങ്ങി. ഹസ്രത്ത് തൽഹയുടെ ചില സാമ്പത്തിക ത്യാഗങ്ങളുടെ ഫലമായി റസൂലുള്ളാഹി അദ്ദേഹത്തെ ഫയാസ് എന്ന് വിളിച്ചിരുന്നു. വളരെ ഫയാസാണ്. അങ്ങനെ അസീം യുദ്ധാവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നീർ ഉറവയിലൂടെ കടന്നുപോയി. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ പറയപ്പെട്ടു,
ഈ കിണറിന്റെ പേര് ബേസാൻ എന്നാണ്, ഇത് ഉപ്പുനീരാണ്. അവിടുന്ന് അരുളി, അല്ല, ഇതിന്റെ പേര് നൂമാനാണ്, ഇത് ശുദ്ധവും പവിത്രവുമാണ്. തൽഹ ബിൻ ഉബൈദുല്ല അത് വാങ്ങി വഖഫ് ചെയ്തു. വെള്ളം അതിനുശേഷം ശുദ്ധജലമായി. ഹദ്റത്ത് തൽഹ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ ഈ സംഭവം കേൾപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തൽഹ, നീ വലിയ ഫയാസ് ആണ്. അങ്ങനെ തൽഹ ഫയാസ് എന്ന പേരിൽ വിളിക്കപ്പെടാൻ തുടങ്ങി. മൂസ ബിൻ തൽഹ തന്റെ പിതാവ് തൽഹയിൽ നിന്ന് വിവരിക്കുന്നു. റിവായത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ദിവസം ഹദ്റത്ത് തൽഹയുടെ പേര് തൽഹത്തുൽ ഖൈർ എന്ന് വച്ചു. തബൂക്ക് യുദ്ധം, അസീ യുദ്ധം അവസരത്തിൽ തൽഹത്തുൽ ഫയാസ് എന്ന് വച്ചു. ഹുനൈൻ യുദ്ധ ദിവസം തൽഹത്തുൽ ജൂദ് എന്ന് വച്ചു. ഇതിന്റെ അർത്ഥവും ഫയാസ് എന്ന് തന്നെയാണ്. സാഹിബിൻ യസീദിൽ നിന്നും നിവേദനം, ഞാൻ യാത്രയിലും എല്ലായിടത്തും ഹദ്റത്ത് തൽഹ ബിൻ ഉബൈദുള്ളയെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് സാധാരണയായി റുപ്പയവും വസ്ത്രവും ഭക്ഷണവും എന്നിവയിൽ തൽഹയിൽ നിന്നും വലിയ ദാനശീലനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ദിവസം തന്റെ സഹാബാക്കളുടെ ഒരു ജമാഅത്തിന്റെ ബൈഅത്ത് വാങ്ങി ബാഹ്യമായി മുസ്ലിങ്ങൾക്ക് സഹായകമായി ദൃഢചിത്തരായി നിന്നു. ജീവൻ കളിച്ചുകൊണ്ട്, പ്രാണം അപകടത്തിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സംരക്ഷിച്ചു. ഏതുവരെ എന്നാൽ അവരിൽ ചിലർ ഷഹീദായി. ബൈഅത്ത് ചെയ്തവരിൽ ഹദ്റത്ത് അബൂബക്കർ, ഹദ്റത്ത് ഉമർ, ഹദ്റത്ത് തൽഹ, ഹദ്റത്ത് സഅദ് ബിൻ ഉനൈഫ്, ഹദ്റത്ത് അബൂ തിജാന ഉൾപ്പെട്ടിരുന്നു. ഹദ്റത്ത് തൽഹ ഉഹദിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ചേർന്നു. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുന്നിട്ട് നിന്നവരിൽ ഉൾപ്പെട്ടിരുന്നു. അവിടുന്ന് മരണത്തിൽ ബൈഅത്ത് ചെയ്തു. മാലിക് ബിൻ സുഹൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമ്പെയ്തപ്പോൾ ഹദ്റത്ത് തൽഹ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ തന്റെ കൈകൊണ്ട് അമ്പുകളിൽ നിന്നും രക്ഷിച്ചു. അമ്പുകൾ അദ്ദേഹത്തിന്റെ ചെറിയ വിരലിൽ പതിച്ചു. അത് ചേതനയറ്റുപോയി. അദ്ദേഹത്തിന് അമ്പ് തറച്ചപ്പോൾ, ആദ്യ അമ്പ് പതിച്ചപ്പോൾ പ്രയാസം കൊണ്ട്, വേദന കൊണ്ട് ശബ്ദം പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അദ്ദേഹം ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ നോക്കുന്ന രീതിയിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഏതായിരുന്നാലും ആ ദിവസം ചരിത്ര പുസ്തകത്തിൽ വിവരിക്കുകയാണ്, ആ ദിവസം ഉഹദ് യുദ്ധ ദിവസം ഹദ്റത്ത് തൽഹയുടെ തലയിൽ ഒരു മുശ്രിക്ക് 2 പ്രാവശ്യം പരിക്കേൽപ്പിച്ചു. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് അടുത്തേക്ക് വരുമ്പോൾ, രണ്ടാമത് അവനിൽ നിന്നും തിരിയുമ്പോൾ അതിൽ ധാരാളം രക്തമൊഴുകി. ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദീകരണം ഇങ്ങനെയാണ്. ഒരു റിവായത്തിൽ സീറത്തുൽ ഹൽബിയയിൽ, അതായത് കൈസ് ബിൻ അബു ഹാസിമ പറയുന്നു, ഞാൻ ഉഹദ് ദിവസം ഹദ്റത്ത് തൽഹ ബിൻ ഉബൈദുള്ളയുടെ കൈ കണ്ടു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമ്പുകളിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് നിർജീവമായി പോയി. ഒരു കൗലിൽ ഇത് കുന്തം കൊണ്ടിരുന്നു. അതിനാൽ എത്രത്തോളം രക്തം വാർന്നു പോയെന്നാൽ തളർന്ന് ബോധരഹിതനായി. ഹദ്റത്ത് അബൂബക്കർ അവരിൽ വെള്ളം തെളിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടി. ബോധം വീണപ്പോൾ അദ്ദേഹം ഉടനെ ചോദിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം എന്താണ്? ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തോട് പറഞ്ഞു, സുരക്ഷിതരായിരിക്കുന്നു, അദ്ദേഹമാണ് എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. ഹദ്റത്ത് തൽഹ പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹ്, കുല്ലു മുസീബത്തിൻ ബാദ ഹുജ്റൻ, എല്ലാ സ്തുതികളും അല്ലാഹു തആലക്ക് വേണ്ടി, എല്ലാ മുസീബത്തും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ചെറുതാണ്. ഇതേ യുദ്ധത്തിന്റെ സംഭവം ഒരു റിവായത്ത് ചരിത്രത്തിൽ ഇങ്ങനെ ലഭിക്കുന്നു. ഹദ്റത്ത് സുബൈർ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ദിവസം 2 പടച്ചെട്ട് അണിഞ്ഞിരുന്നു. അവിടുന്ന് പാറക്കെട്ടുകളിൽ കയറാൻ ആഗ്രഹിച്ചു. പടച്ചെട്ടുകളുടെ ഭാരം കാരണത്താലും തലയിലും മുഖത്തും പരിക്കേറ്റ് രക്തം വാർന്നതിനാലും അവിടുന്ന് പരിക്കേറ്റിരുന്നു. അതിനുശേഷമുള്ള സംഭവമാണ്. രക്തം വാർന്നതിനാലും ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഹീനനായിരുന്നു. പാറക്കെട്ടുകളിൽ കയറാൻ കഴിഞ്ഞില്ല. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് തൽഹയെ താഴെ ഇരുത്തി അദ്ദേഹത്തിന്റെ മേൽ കാൽ വെച്ചുകൊണ്ട് പാറക്കെട്ടിൽ കയറി. ഹദ്റത്ത് സുബൈർ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കേട്ടു, തൽഹ തന്റെ മേൽ സ്വർഗം നിർബന്ധമാക്കി. ഇനി ഒരു റിവായത്തിൽ ഇങ്ങനെയാണ്, ഹദ്റത്ത് തൽഹയുടെ ഒരു കാലിൽ മുടന്തുണ്ടായിരുന്നു. അത് കാരണമായി നല്ല രീതിയിൽ നടക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നു.
എന്നാൽ അദ്ദേഹം ആഹദർ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എടുത്തപ്പോൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്റെ നടത്തവും കാലടികളും ശരിയാക്കി വെക്കുകയായിരുന്നു. കാരണം മുടന്ത് കാരണം ആഹദർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇതിനുശേഷം എല്ലായ്പ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുടന്ത് നീങ്ങിപ്പോയി. ആയിഷയും ഉമ്മ ഇസ്ഹാഖും ഹദ്റത്ത് തൽഹയുടെ മകളായിരുന്നു. ഇവർ രണ്ടുപേരും വിവരിക്കുന്നു, ഉഹദ് ദിവസം ഞങ്ങളുടെ പിതാവിന് 24 പരിക്കുകൾ ഏറ്റിരുന്നു. ഇതിൽ ഒന്ന് മുറിവ് തലയിലായിരുന്നു, കാലിന്റെ ഞരമ്പ് മുറിഞ്ഞിരുന്നു, വിരൽ ഛേദനയേറ്റിരുന്നു, ബാക്കി പരിക്ക് ശരീരത്തിലായിരുന്നു. അദ്ദേഹത്തിൽ മോഹാലസ്യത്തിന്റെ അവസ്ഥയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെ 2 പല്ല് പൊട്ടിപ്പോയിരുന്നു. അവിടുന്ന് മുഖത്തും പരുക്കുണ്ടായിരുന്നു. അവിടുന്ന് മോഹാലസ്യത്തിന്റെ ആധിക്യമുണ്ടായി. ഹദ്റത്ത് തൽഹ അവിടുന്ന് തന്റെ പുറത്തെടുത്തുകൊണ്ട് ഏതെങ്കിലും മുശ്രിക്കിനെ കണ്ടുമുട്ടിയാൽ പോരാടിക്കൊണ്ട് പിന്നോട്ട് നടന്ന് പാറയിടുക്കിൽ കൊണ്ടുപോയി ഒരു താങ്ങ് നൽകി ഇരുത്തി. തബ്ഖാത്ത് കുബ്രയിലെ ഉദ്ധരണിയാണ്. ഉഹദ് യുദ്ധ ദിവസം ഖാലിദ് ബിൻ വലീദ് മുസ്ലിങ്ങളുടെ മേൽ പെട്ടെന്ന് ആക്രമണം നടത്തിയപ്പോൾ മുസ്ലിങ്ങളിൽ പരിഭ്രാന്തി പരന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇതിന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നു. വിവിധ ഉദ്ധരണികളിൽ നിന്നും മുമ്പ് നടന്ന സംഭവങ്ങളിൽ കൂടുതൽ വിശദീകരണമാണ്. ഹദ്റത്ത് തൽഹയുടെ ദൃഢചിത്തത, ആത്മധൈര്യം, ത്യാഗമനോഭാവത്തിന്റെ നിലവാരത്തിന്റെ വിചിത്രമായ ദൃശ്യം കാണിക്കുന്നതാണ്. മുമ്പും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിലും ആ നിലവാരം വെളിപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അതിന് വിശദീകരണം മറ്റൊരു വിധത്തിൽ ഇങ്ങനെയാണ്. അവിടുന്ന് വിവരിക്കുന്നു, അവരിൽ കുറച്ച് സഹാബാക്കൾ ഓടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരുമിച്ചുകൂടി. ഇവരുടെ എണ്ണം അധികം 30 കുഫാർ ശക്തിയായി ആ പ്രദേശത്ത് ആക്രമണം നടത്തി. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നത്? ഒന്നിനു ശേഷം മറ്റൊരു സഹാബാക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം വഹിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ചുറ്റിവളഞ്ഞവരെ കൂടാതെ അമ്പെയ്ത്തുകാർ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വശത്തേക്ക് ഇടതടവില്ലാതെ അമ്പെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടുകൊണ്ട്, അതായത് ശത്രു ആ സമയത്ത് ഇടതടവില്ലാതെ അമ്പെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തൽഹ ഖുറൈശികളിൽ നിന്നായിരുന്നു, മക്കയിലെ മുജാഹിരീങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് കണ്ടുകൊണ്ട് ശത്രു എല്ലാ അമ്പുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കാണ് എയ്തുവിടുന്നത്. തന്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് മുൻപായി നിർത്തി. അമ്പിന് ശേഷം അമ്പ് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുകൊണ്ടിരുന്നപ്പോൾ തൽഹയുടെ കയ്യിൽ പതിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രാണാർപ്പിതനായ ധീരനായ സ്വഹാബി തന്റെ കൈ അനക്കിയില്ല. ഇങ്ങനെ അമ്പ് പതിച്ചുകൊണ്ടേയിരുന്നു. തൽഹയുടെ കൈ പരിക്കേറ്റ് മുറിവുകൊണ്ട് തീർത്തും നിർജീവമായി. കേവലം ഒരു കൈ അദ്ദേഹത്തിന് അവശേഷിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ 4ാം ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ യുദ്ധസംഭവങ്ങൾ നടന്നപ്പോൾ ഏതോ ശത്രു പരിഹാസ്യ രൂപേണ തൽഹയെ ഒറ്റക്കയ്യൻ എന്ന് വിളിച്ചു. ഇതിൽ മറ്റൊരു സഹാബി പറഞ്ഞു, അതെ, ഒറ്റക്കയ്യനാണ്. എന്നാൽ എത്ര അനുഗ്രഹീതമായ ഒറ്റക്കയ്യനാണ്. നിനക്കറിയുമോ, തൽഹയുടെ ഈ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന്റെ സംരക്ഷണത്തിലാണ് ഒറ്റക്കയ്യായത്. ഉഹദ് യുദ്ധാനന്തരം ഏതോ ഒരു വ്യക്തി തൽഹയോട് ചോദിച്ചു, അമ്പ് താങ്കളുടെ കയ്യിൽ പതിച്ചിരുന്നപ്പോൾ താങ്കൾക്ക് വേദനിച്ചില്ലേ? താങ്കൾ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടില്ലേ? തൽഹ മറുപടി പറഞ്ഞു, വേദനയും ഉണ്ടായിരുന്നു, ശബ്ദം പുറപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നില്ല. കാരണം ഉഫ് എന്ന് പറഞ്ഞാൽ എന്റെ കൈ അനങ്ങിയാൽ അമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വരും. അംറാഉൽ അസ്വ യുദ്ധാവസരത്തിൽ അതിനെ പിന്തുടർന്ന് പുറപ്പെട്ടുകൊണ്ട് ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹദ്റത്ത് തൽഹ ബിൻ ഉബൈദുല്ല കണ്ടുമുട്ടി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അരുളി, തൽഹ, താങ്കളുടെ ആയുധം എവിടെയാണ്? ഹദ്റത്ത് തൽഹ പറഞ്ഞു, അടുത്തു തന്നെയുണ്ട്. പറഞ്ഞ് പെട്ടെന്ന് പോയി തന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്നു. എന്നാൽ ആ സമയത്ത് തൽഹയുടെ നെഞ്ചിൽ മാത്രം 9 മുറിവുകൾ ഉണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിലേത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൊത്തം കൂടി 70-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അത് തൽഹ വിവരിക്കുന്നു, എന്റെ മുറിവുകളെക്കാൾ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവുകളെ കുറിച്ച് ഞാൻ പരിഭ്രാന്തനായിരുന്നു. ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ആഗതനായി ചോദിക്കുകയുണ്ടായി, നീ ശത്രുവിനെ എവിടെയാണ് കണ്ടത്? ഞാൻ പറഞ്ഞു, നശേബി പ്രദേശത്ത്. അവിടെ അരുളി, ഇതാണ് എന്റെയും നിഗമനം. ഏതുവരെ
അവരുടെ, അതായത് ഖുറൈശിന്റെ ബന്ധം ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇവർക്ക് ഭാവിയിൽ നമ്മോട് ഒരിക്കലും ഇതുപോലെ പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടുകയില്ല. ഏതുവരെ എന്നാൽ അല്ലാഹു തആല മക്കയെ നമ്മുടെ കൈകളാൽ വിജയിപ്പിക്കും. തബൂക്ക് യുദ്ധാവസരത്തിൽ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചിരുന്നത് ചില മുനാഫിക്കീങ്ങൾ സുഹൈലും യഹൂദിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. ആ വീട് ജാസൂം പ്രദേശത്തിന് അടുത്തായിരുന്നു. ജാസൂമിനെ ഗേരി ജാസിം എന്നും പറയുന്നു. ഇത് ഷാമിന്റെ വശത്തേക്ക് റാത്തിഷ് നിഹായിൽ അബു ഹൈഷം ഇവിടെ അവരുടെ കിണറുണ്ടായിരുന്നു. ഇതിലെ വെള്ളം വളരെ ശുദ്ധമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെ വെള്ളം കുടിച്ചിരുന്നു. ഏതായിരുന്നാലും അവർ അവിടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയായിരുന്നു. ആ മുനാഫിക്കീൻ ജനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുന്നതിൽ നിന്നും തടയുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് തൽഹ സഹാബാക്കളോടൊപ്പം അങ്ങോട്ടയച്ചു, ആജ്ഞാപിച്ചു, സുഹൈലമിന്റെ വീട് തീ വയ്ക്കുക. ഹസ്രത്ത് തൽഹ അങ്ങനെ തന്നെ ചെയ്തു. സഹാജ് ബിൻ ഖലീഫ വീടിന്റെ വശത്തൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ അയാളുടെ കാലൊടിഞ്ഞു. മറ്റ് അസ്ഹാബ് ഓടിപ്പോയി. ഹസ്രത്ത് അലി വിവരിക്കുന്നു, എന്റെ 2 ചെവികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതായത് തൽഹയും സുബൈറും സ്വർഗത്തിൽ എന്റെ 2 അയൽക്കാരായിരിക്കും. തബൂക്ക് യുദ്ധത്തിൽ പിന്നിട്ട് നിന്നവരിൽ ഒരാൾ കഅബ് ബിൻ മാലിക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ബോയ്ക്കോട്ട് ചെയ്തു. 40 ദിവസത്തിന് ശേഷം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു. മാപ്പിന്റെ വിളംബരം ചെയ്തു. പള്ളിയിൽ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. ഹസ്രത്ത് തൽഹ മുന്നിട്ട് വന്ന് ഹസ്രത്ത് കഅബിന് ഹസ്തദാനം ചെയ്തു. അദ്ദേഹത്തിന് മുബാറക്ക്ബാദ് കൊടുത്തു. ഹസ്രത്ത് തൽഹയെ കൂടാതെ മജ്ലിസിൽ നിന്നും ആരും എണീറ്റില്ല. ഹസ്രത്ത് കഅബ് പറയുന്നു, ഞാൻ ഹസ്രത്ത് തൽഹയുടെ ഈ ഔദാര്യം ഒരിക്കലും മറക്കില്ല. ഹസ്രത്ത് സയ്യിദ് ഇബ്നു ഐസ് വിവരിക്കുന്നു, ഞാൻ 9 ആളെ കുറിച്ച് സാക്ഷ്യം പറയാൻ തയ്യാറാണ്. അവർ സ്വർഗീയരാണെന്ന് 10ാമത്തെ ആളെ കുറിച്ചും ഈ സാക്ഷ്യം നൽകുകയാണെങ്കിൽ ഞാൻ പാപിയാകുകയില്ല. പറയുന്നു, ഇതെങ്ങനെ സാധ്യമാണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിറാ പർവ്വതത്തിലായിരുന്നു. അത് ഇളകാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൽക്കുക ഏ ഹിറാ, തീർച്ചയായും നിന്നിൽ ഒരു നബിയോ ഒരു സിദ്ദീഖോ ഷഹീദുകളെ കൂടാതെ വേറെ ആരുമില്ല. ചോദിച്ചു, അതാരായിരുന്നു? ഹസ്രത്ത് സയ്യിദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, സഅദ്, പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആകുന്നു. ഇവർ 9 പേരായിരുന്നു. ചോദിച്ചു, 10ാമത്തെ ആരാണ്? അദ്ദേഹം കുറച്ചു നേരം നിശബ്ദനായി. പിന്നെ അദ്ദേഹം പറഞ്ഞു, അത് ഞാനാണ്. അതായത് ഹസ്രത്ത് സയ്യിദ് ബിൻ സയ്യിദ്. ഹസ്രത്ത് സയ്യിദ് ബിൻ ജുബൈർ വിവരിക്കുന്നു, ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി, ഹസ്രത്ത് തൽഹ, ഹസ്രത്ത് ജുബൈർ, ഹസ്രത്ത് സഅദ്, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹസ്രത്ത് സയ്യിദ് ബിൻ സയ്യിദ് എന്നിവരുടെ സ്ഥാനം യുദ്ധമൈതാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോരാടിയിരുന്നു. നമസ്കാരത്തിൽ അവിടുന്ന് പിന്നിൽ അണിനിരന്നിരുന്നു. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുല്ല റിവായത്ത് ചെയ്യുന്നു, വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരു വ്യക്തി ഏതെങ്കിലും ഷഹീദിനെ നടക്കുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നുവോ അവർ തൽഹ ബിൻ ഉബൈദുല്ലായെ നോക്കുക. ഹസ്രത്ത് മൂസ ബിൻ തൽഹ, ഹസ്രത്ത് ഈസാ ബിൻ തൽഹ തങ്ങളുടെ പിതാവ് തൽഹ ബിൻ ഉബൈദുല്ലായിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അസ്ഹാബെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഒരു അറാബി ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ മൻ കദാ നഹബ, അതായത് തങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കിയവർ എന്നതുകൊണ്ട് ആരാണ് ഉദ്ദേശം എന്ന് ചോദിച്ചുകൊണ്ട് ഹാജരായി. അറാബി അവിടുന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രതികരിച്ചില്ല. പിന്നെയും അയാൾ ചോദിച്ചു, അവിടുന്ന് മറുപടി കൊടുത്തില്ല. പിന്നെയും അയാൾ ചോദിച്ചു, എന്നിട്ടും മറുപടി കൊടുത്തില്ല. മൂന്നാമതും. പിന്നെ അയാൾ പള്ളിയുടെ വാതിലൂടെ പറയുന്നു, ഞാൻ പള്ളിയുടെ വാതിലൂടെ മുന്നിൽ വന്നു, അതായത് ഹസ്രത്ത് തൽഹ,
ഞാൻ ആ സമയത്ത് വെള്ളവസ്ത്രം ധരിച്ചിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ, അത് തൽഹയെ കണ്ടപ്പോൾ അരുളി, ആ ചോദിച്ചയാൾ എവിടെയാണ്? ചോദിക്കുന്നുണ്ടായിരുന്നു, മൻ ഖലാ നഹവ, ആരാണ് ഉദ്ദേശ്യം? ആരാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഹാജറുണ്ട്. അവിടുന്ന് എന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അത് തൽഹ പറയുന്നു, എന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് അരുളുകയുണ്ടായി, നോക്കൂ, ഇതാണ് മൻ ഖലാ നഹബ, നഹ്ബക്ക് സാക്ഷ്യം. അബ്ദുറഹ്മാൻ ബിൻ ഉസ്മാൻ പറയുന്നു, ഒരിക്കൽ ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല റളിയല്ലാഹു അൻഹുവിന്റെയോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇഹ്റാം കെട്ടിയിരുന്നു. ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്ത് ഒരു പക്ഷി ഉപഹാരമായി കൊണ്ടുവന്നു. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു അപ്പോൾ ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ ചിലർ അത് തിന്നു, ചിലർ വിട്ടുനിന്നു. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു എണീറ്റപ്പോൾ അത് ഭക്ഷിച്ചവരോട് ഏകീഭവിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളും മറ്റുള്ളവരുടെ നായാട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിൽ ഇഹ്റാമിന്റെ അവസ്ഥയിൽ തിന്നിട്ടുണ്ട്. ഹദരത്ത് ഉമറിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ അസ്ലമിൽ നിന്ന് നിവേദനം, ഹദരത്ത് ഉമർ ഹദരത്ത് തൽഹ ബിൻ ഉബൈദുള്ളയുടെ ശരീരത്തിൽ ദോ വസ്ത്രം കണ്ടു. അത് ചുമന്ന മട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇഹ്റാമിലായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ലയോ തൽഹ, ഈ രണ്ട് വസ്ത്രങ്ങളുടെ അവസ്ഥ എന്താണ്? അതായത് ഈ നിറം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇത് മണ്ണുകൊണ്ട് നിറം പിടിപ്പിച്ചതാണ്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, അല്ലയോ സഹാബാക്കളുടെ ജമാഅത്ത്, നിങ്ങൾ ഇമാമാണ്, ജനങ്ങൾ നിങ്ങളെ പിൻപറ്റും. ഏതെങ്കിലും ജാഹിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ രണ്ട് വസ്ത്രം കണ്ടാൽ പറയും, തൽഹ ഇഹ്റാം അവസ്ഥയിൽ കളർ വസ്ത്രം ധരിക്കുന്നു, വിമർശിക്കും. വെളുപ്പിന് പകരം കളർ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ ഈ വാക്കുകൾ കൂട്ടിയിട്ടുണ്ട്. ഹദ്റത്ത് ഉമർ അരുളി, ഇഹ്റാം കെട്ടുന്നവർക്ക് ഏറ്റവും നല്ല വസ്ത്രം വെളുത്തതാണ്. അതുകൊണ്ട് ജനങ്ങളെ സംശയത്തിലാക്കരുത്. ഹസ്രത്ത് ഹസനിൽ നിന്നും നിവേദനം, ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല തന്റെ ഒരു ഭൂമി ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്വാന് 7 ലക്ഷം ദിർഹമിന് വിറ്റു. ഹസ്രത്ത് ഉസ്മാൻ തുക കൊടുത്തു. ഹസ്രത്ത് തൽഹ തുക തന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും വ്യക്തിയുടെ പക്കൽ രാത്രി മുഴുവൻ ഇത്രയും തുക കിടന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു തആലയിൽ നിന്ന് എന്ത് ആജ്ഞയാണ് വരുന്നതെന്ന് എന്തറിയാം? അതായത് മരണത്തെക്കുറിച്ച് ഒരറിവുമില്ല. അങ്ങനെ ഹസ്രത്ത് തൽഹ ആ രാത്രി ഇങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്. അതായത് അദ്ദേഹത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആ തുകയും കൊണ്ട് മദീനയുടെ ഇടനാഴികളിൽ ആവശ്യക്കാരെ തിരഞ്ഞുകൊണ്ട് നടന്നു. ഏതുവരെ എന്നാൽ രാവിലെ ആയപ്പോൾ ആ തുകയിൽ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദിർഹം പോലും ബാക്കിയായില്ല. ഇബ്നെ ജരീർ റിവായത്ത് ചെയ്യുന്നു, നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് തൽഹ ഹസ്രത്ത് ഉസ്മാൻ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കണ്ടുമുട്ടി. ഹസ്രത്ത് തൽഹ പറഞ്ഞു, താങ്കളുടെ 50,000 ദിർഹം എന്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ നേടിയിരുന്നതാണ്. അത് സ്വീകരിക്കുന്നതിനായി ആരെയെങ്കിലും എന്റെ അടുത്തേക്ക് അയക്കുക. അതായത് എപ്പോഴോ വാങ്ങിയിരുന്നു, ഇപ്പോൾ അത് ഏർപ്പാടായി തിരിച്ചു വാങ്ങിക്കൊള്ളുക. അതിൽ ഹസ്രത്ത് ഉസ്മാൻ അർലി, താങ്കളുടെ സൽഗുണത്തിന്റെ കാരണത്താൽ ഞാൻ അത് താങ്കൾക്ക് ഉപഹാരമാക്കിയിരിക്കുന്നു. ഹസ്രത്ത് തൽഹയുടെ ഷഹാദത്ത് ജമൽ യുദ്ധത്തിലായിരുന്നു. ഇതിനെക്കുറിച്ച് റിവായത്ത് ഖൈസ് ബിൻ അബു ഹാസിം നിവേദനം ചെയ്യുന്നു. മർവാൻ ബിൻ ഹക്കം ജമൽ യുദ്ധ ദിവസം ഹസ്രത്ത് തൽഹയുടെ മുട്ടുകാലിൽ അമ്പെയ്തുകൊണ്ട് ഞരമ്പിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. കൈകൊണ്ട് പിടിക്കുമ്പോൾ രക്തം നിൽക്കുമായിരുന്നു, വിടുമ്പോൾ ഒഴുകുമായിരുന്നു. ഹസ്രത്ത് തൽഹ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഇതുവരെ നമ്മുടെ അടുത്ത് ഇവരുടെ അമ്പ് വന്നിട്ടില്ല. പിന്നെ പറഞ്ഞു, മുറിവ് വിടുക, ഈ അമ്പ് അള്ളാഹു അയച്ചതാണ്. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല ജമൽ യുദ്ധ ദിവസം 10 ജമാഅത്ത് സാനി 35 ഹിജ്രിയിൽ ഷഹീദാക്കപ്പെട്ടു. ഷഹാദത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 64 ആയിരുന്നു. ഒരു റിവായത്തനുസരിച്ച് 62 വയസ്സായിരുന്നു. സയ്യിദ് ബിൻ മുസയ്യിബ് ഇതിൽ നിന്ന് നിവേദനം, ഒരു വ്യക്തി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് തൽഹ, ഹസ്രത്ത് സുബൈർ എന്നിവരെ കുറിച്ച് കുറ്റം പറയുകയായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ മാലിക്, അതായത് സഅദ് ബിൻ അബി വക്കാസ്, അദ്ദേഹത്തെ വിലക്കി പറഞ്ഞു, എന്റെ സഹോദരന്മാരെ ചീത്ത പറയരുത്. അയാൾ അനുസരിച്ചില്ല.
ഹദ്രത്ത് സാദ് എണീറ്റു. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷം ദുആ ചെയ്തു. അതായത്, അല്ലയോ അല്ലാഹ്, ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ നിന്റെ കോപത്തിന് കാരണമാണെങ്കിൽ എന്റെ കൺമുമ്പിൽ ഇയാളിൽ ഒരു ആപത്തിറക്കുക, അയാളെ ജനങ്ങളുടെ മുന്നിൽ നിന്നതയ്ക്ക് കാരണമാക്കുക. അങ്ങനെ ആ വ്യക്തി പുറപ്പെട്ടു. അയാൾ ഒരു ഒട്ടകത്തിന്റെ മുമ്പിൽ ചെന്നുപെട്ടു. ആ ഒട്ടകം ജനങ്ങളെ പിളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ ഒട്ടകം ഈ വ്യക്തിയെ ഒരു കല്ലുള്ള പ്രദേശത്ത് വച്ച് പിടിച്ചു. ഈ വ്യക്തിയെ തന്റെ നെഞ്ചിനും ഭൂമിക്കും ഇടയിൽ വെച്ചു അരച്ച് കൊന്നുകളഞ്ഞു. റായി പറയുന്നു, അദ്ദേഹം കണ്ടത് ജനങ്ങൾ സഅദിന് പിന്നിൽ പറഞ്ഞുകൊണ്ടു പോവുകയായിരുന്നു, അല്ലയോ അബൂ ഇസ്ഹാഖ്, താങ്കൾക്ക് ആശംസകൾ, താങ്കളുടെ ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അലി ബിൻ സയ്യിദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരു വ്യക്തി അല്ലാഹു തആലയെ സ്വപ്നത്തിൽ കണ്ടു. അറിഞ്ഞു, എന്റെ ഖബർ മറ്റൊരിടത്തേക്ക് മാറ്റുക, എനിക്ക് വെള്ളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതുപോലെ പിന്നെ വീണ്ടും സ്വപ്നത്തിൽ കണ്ടു. ചുരുക്കത്തിൽ തുടർച്ചയായി 3 പ്രാവശ്യം കണ്ടു. ആ വ്യക്തി ഇബ്നു അബ്ബാസിന്റെ അടുത്ത് വന്നു അദ്ദേഹത്തോട് തന്റെ സ്വപ്നം വിവരിച്ചു. ജനങ്ങൾ പോയി അയാളെ നോക്കി. അയാളുടെ ഭൂമിയോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നത് വെള്ളം കൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നു. ജനങ്ങൾ ഹസ്രത്ത് തൽഹയെ ആ ഖബറിൽ നിന്നും എടുത്ത് മറ്റൊരിടത്ത് മറവടക്കി. റാവി പറയുന്നു, ഞാൻ ഇപ്പോഴും ആ കർപ്പൂരം കാണുന്നു. ഏതൊന്നാണോ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വച്ചിരുന്നത് അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. കേവലം അവരുടെ മുടിയിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. അത് തന്റെ സ്ഥാനത്ത് നിന്ന് മാറിയിരുന്നു. ഞങ്ങൾ ഹസ്രത്ത് അബൂബക്കറിന്റെ വീടുകളിൽ നിന്നും ഒരു വീട് 10,000 ദിർഹമിന് വാങ്ങി അതിൽ ഹസ്രത്ത് തൽഹയെ മറവടക്കി. തൽഹ ബിൻ ഉബൈദുല്ലാക്ക് ഇറാഖിന്റെ ഭൂമികളിൽ 4-5 ലക്ഷത്തിന്റെ വിലയുള്ള ധാന്യം ഉണ്ടാകുമായിരുന്നു ഭൂമിയിൽ നിന്ന്. പിന്നെ സറഹ പ്രദേശത്ത്, ഇത് മദീനയുടെ വടക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത പ്രാന്തമാണ്. അതിനെ ജബുൽ സറ എന്നും പറയുന്നു. അവിടെ നിന്ന് കുറഞ്ഞത് 10,000 ദീനാർ വിലയുള്ള ധാന്യം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു ഭൂമികളിൽ നിന്നും ധാന്യം ലഭിക്കുമായിരുന്നു. ബനു ഉത്തൈന്റെ ഒരു പാവപ്പെട്ടവനും ഒരു കുടുംബവും അദ്ദേഹത്തിന്റെ സഹായം കിട്ടാത്തവരായി ഉണ്ടായിട്ടില്ല. ഇവരുടെ വിധവകളുടെ നിക്കാഹ് ചെയ്യിപ്പിക്കാത്തവരായി ആരുമില്ല. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതിരുന്നിട്ടില്ല. അതായത് ആവശ്യങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ അവരുടെ കടബാധ്യതകൾ വീട്ടിക്കൊടുത്തു. എല്ലാവരുടെയും കടം വീട്ടിക്കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ വർഷവും ധാന്യം വരുമ്പോൾ ഹസ്രത്ത് ആയിഷക്ക് 10,000 ദിർഹം അയക്കുമായിരുന്നു. ഹസ്രത്ത് മുആവിയ മൂസ തൽഹയോട് ചോദിച്ചു, അബു മുഹമ്മദ്, അതായത് ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള എത്ര സമ്പത്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, 22 ലക്ഷം ദിർഹം, 2 ലക്ഷം ദീനാർ. അദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്തു ധാന്യത്തിൽ നിന്നും ലഭിക്കുമായിരുന്നു, വിവിധ ഭൂമികളിൽ നിന്നും ലഭിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഷഹാദത്ത് ജമൽ യുദ്ധത്തിലാണ് സംഭവിച്ചത്, ഏതുപോലെയാണ് പറയപ്പെട്ടത്. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ വിശദീകരണം വേറെ വിവരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ ഉദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ വിവരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മിപ്പിച്ചതുപോലെ, അതായത് ഇക്കാലത്ത് വ്യാപിച്ചിട്ടുള്ള പകർച്ചവ്യാധി കൊറോണ വൈറസിന്റെ, അതിനായി മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുക. പള്ളികളിലും വരുമ്പോൾ സൂക്ഷിച്ചു വരിക. ചെറിയ പനി മുതലായവയുണ്ടെങ്കിൽ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പബ്ലിക് സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. സ്വയം രക്ഷപ്പെടുക, മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുക. പിന്നെ ദുആയിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല ലോകത്തെ അപായങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.